ചില്ലിക്കൊമ്പൻ മരണത്തിനു മുൻപായി അനുഭവിച്ചത് അതികഠിനമായ വേദനയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. 500ഓളം ആനകളുടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞത് ഈ അവസരത്തിൽ സത്യമാകുന്നു എന്ന് പറയേണ്ടി വരും. ചില്ലിക്കൊമ്പൻ എന്ന ആന ചെരിയുന്നത് ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്കാണ്. അതിന് 4 ദിവസം മുൻപ് മറ്റൊരു ആനയുമായി ചില്ലിക്കൊമ്പൻ ഏറ്റുമുട്ടിയിരുന്നു. മതപ്പാടിന്റെ ആരംഭകാലത്ത് ചില്ലിക്കൊമ്പൻ മറ്റുള്ള ആനകളുമായി ഏറ്റുമുട്ടുന്നത് പതിവാണ്. അങ്ങനെ ഏറ്റുമുട്ടുന്നതിനിടയിൽ ചില്ലിക്കൊമ്പന് അടിവയറ്റിൽ മാരകമായി കുത്തുകിട്ടിയിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ആ മുറിവ് പഴുക്കുകയും അതിന്റെ വേദനയിൽ 4 ദിവസത്തോളം ആന യാതൊരുവിധ ഭക്ഷണവും കഴിച്ചിട്ടില്ല എന്ന് ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നുണ്ട്. സാധാരണ ആനകൾക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർ വെള്ളത്തിലിറങ്ങി നിൽക്കുക പതിവാണ്. എന്നാൽ ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ കനാലിലിറങ്ങിയ ചില്ലിക്കൊമ്പന് ശരീരത്തിലുള്ള മുറിവിന്റെ വേദനയും ക്ഷീണവും കാരണം തിരിച്ച് കരയ്ക്ക് കയറാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആന 20 അടി താഴ്ചയുള്ള കോണ്ടൂർ കനാലിലേക്ക് വീഴുന്നത്. വിവരമറിഞ്ഞ് തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ JCB അടക്കമുള്ള സന്നാഹങ്ങളുമായി ഉടൻ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും കനാലിലെ അതിശക്തമായ ഒഴുക്കും ആനയുടെ അമിതഭാരവും കാരണം പുറത്തെത്തിക്കാൻ കഴിഞ്ഞില്ല. ശനിയാഴ്ച വൈകിട്ട് 6:40 തന്നെ ആന കനാലിനുള്ളിൽ വച്ച് ശ്വാസം കിട്ടാതെ മരിച്ചിരുന്നു. തുടർന്ന് ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ജഡം കനാൽ അവസാനിക്കുന്ന തിരുമൂർത്തി ആളിയാർ ഡാം പരിസരത്തേക്ക് ഒഴുകി പോവുകയായിരുന്നു.